ഹലോ കേസ് വെൽക്കം ടു മൈ ചാനൽ. നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. ചൂട് ചപ്പാത്തിയും ചമ്മന്തിപ്പൊടി മൊത്തമായിട്ട് പിടി പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ ആലോചിച്ചു സിനിമ കാണാൻ ബുക്ക് ചെയ്താൽ സിനിമയ്ക്ക് പോകാൻ ലുലുമാളിൽ സുമതി വളവ് 7:30 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പോകുന്നു. വിചാരിച്ചു എന്നാൽ പോയി ചെയ്യാൻ ഓൺലൈൻ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ഫീസ് വാങ്ങി പോയി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ 4 പേരെ ഉള്ളായിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ നേരം ഒരു പട തന്നെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ മുകളിലത്തെ നിലയിലെ റൂമിലെ ആൾക്കാർ ഏറ്റവും വരും. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് 4 പേരേ ഉള്ളൂ. പക്ഷേ എല്ലാം കൂടി കറങ്ങി റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അതിൻ്റെ കുറേ വാല ആൾക്കാർ വന്നു. പിന്നെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റ് ചെന്ന് ഫുഡ് സാധനങ്ങളൊക്കെ വെച്ച് ആവശ്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ലുലു ചെന്നപ്പം ടിക്കറ്റ് ഫുള്ള് 4 ടിക്കറ്റുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. ഞങ്ങൾ പിന്നെ നോക്കിയപ്പോൾ ഒബ്രോൺ മാളിലും ടിക്കറ്റുണ്ട്. അത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. ഏറ്റവും ഫ്രണ്ടില്ല, ഫ്രണ്ടിൻ്റെ ബാക്കിലായിട്ട് വരും. ഞങ്ങൾ അവിടെ ലുലുമാളിൽ ഇറങ്ങിയ എയർപോർട്ടോട്ട് വന്നപ്പം നല്ല അസൽ മഴ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. മഴ ഇപ്പം തീർന്നൊക്കെ വെച്ച് നിൽക്കുന്നു. പക്ഷെ എന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല. അപ്പം ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. ചെറിയൊരു ചാറ്റ മഴയപ്പോൾ ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ നടക്കുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യും. ഞങ്ങൾ അവിടെ മഴത്തിൽ നിന്നു. അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം വീണ്ടും മഴ തോന്നുന്നു. ആ മഴയിൽ ഞങ്ങൾ പതിയെ നടന്ന് ഒപ്പമാളിലെത്തി. മാപ്പൊക്കെ വിളിച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒപ്പമാളിൽ പോകുന്നത്. അതിന് മുന്നേ കൂടെ ഉള്ളവർ പലരും പോയിട്ടുണ്ട്. അത് പണ്ടൊക്കെയാണ്. അവിടെ ഞങ്ങൾ ചെന്നു. ഞങ്ങളിപ്പം സെക്കൻഡ് ഫ്ലോർ വന്നു. അവിടെ ഓണത്തിൻ്റെതായിട്ട് അവിടെ ഫുള്ള് ഡെക്കറേഷൻ വെച്ചിരിക്കണം. മാവേലിയും പിന്നെ കുറേ കൊച്ചുങ്ങളൊക്കെ അവിടെ ഊഞ്ഞാലെല്ലാം ഇട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കമൻ്റ് അടിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് പോവുകയാണ്. 10:30ക്കാണ് ഒപ്പമാളിൽ ഷോ. ലുലുമാളിൽ 7:30 പക്ഷെ ഞങ്ങളുടെ ലുലുമാളിൽ ചെന്ന് ഞങ്ങളുടെ പ്ലാനെല്ലാം തെറ്റി. പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചു കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് കരുതി ഞങ്ങൾ ഒബ്രോൺ മാളിൽ അപ്പോഴേ ബുക്ക് ചെയ്തു. ലുലുമാളിൽ ചെന്നപ്പോഴേ ബുക്ക് ചെയ്ത് 10:30ക്കാണ് ഷോ. ഞങ്ങളിവിടെ എത്തിയപ്പം ഒബ്രോൺ മാളിൽ ഒരു 9 മണിയായി തോന്നി. 9 മണിയായി ഒബ്രോൺ മാളിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട ഇടയ്ക്കൂടെ ഹായും ബായും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൽ പച്ചെടുപ്പിട്ട് അവൾ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നുള്ള. അതിശയിച്ച് ഞാൻ പറഞ്ഞിട്ട് വല്ലപ്പോഴേ ഞാൻ വീഡിയോസ് എടുത്തോളൂ എന്ന് അവർ പറഞ്ഞു. അവളാന്ന് വെച്ച് ചേച്ചി ലിങ്ക് അയച്ചു ചേച്ചി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ലിങ്ക് അയച്ചു കൊടുത്തുള്ള സബ്സ്ക്രൈബൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. 10:30 ഷോപ്പ് ചുമ്മാ ചുറ്റിക്കറങ്ങി കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രസമുണ്ടായിരുന്നു. ചെറിയ മാളാണെങ്കിലും എനിക്കൊന്നും ഇല്ല. മാളിൽ കയറിയാൽ നമ്മളൊരു സ്ഥലം കണ്ടെത്തണമെങ്കിൽ അയ്യോ ലുലുമാളിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങണം. ലുലുമാളിൽ PVR കണ്ടെത്താൻ വേണ്ടി ഇല്ലെങ്കിൽ ഫുഡ് ഹൈപ്പർ മാർക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ഫുഡ് കഴിക്കുന്ന ഇടം കണ്ടുപിടിക്കാനാണെല്ലാം ചുറ്റിക്കറങ്ങും. പക്ഷേ ഇത് ഒബ്രോൺ മാൾ ചെറിയൊരു മാളാണെങ്കിലും എന്താണ് വലിയ വിശാലത, വലിയ ലുലുമാൾ പോലെ വലിയ വിശാലതയൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാം. അവിടെ ചെയ്ത് വെച്ചിരുന്ന ഡെക്കറേഷൻസും കാര്യങ്ങളും ഫുഡ് എനിക്കൊന്ന് അവിടെ കളിക്കുന്ന ഇതും അവിടെ കണ്ട് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെറിയ മാളാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ പിന്നെ 10:15 ഞങ്ങൾ 10 മണിയായപ്പോൾ ഞങ്ങൾ PVRലോട്ട് കയറി. ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോർ ഞാൻ മുമ്പ് കാണിച്ച അതിലൊരു ആ B1 തൊട്ട് B8 വരെ ഞങ്ങൾ സീറ്റാണ്. ഈ സെക്കൻഡ് സീറ്റാണ് ഞങ്ങൾ. ആ സീറ്റ് ഫുള്ള് ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ പടയായിരുന്നു. ഓട്ടക്കും അറ്റാർക്കും അറ്റിരിക്കാൻ വയ്യ. സീറ്റ് 2 സൈഡിലും ആർക്കിരിക്കാൻ വയ്യ. അതിൻ്റെ ഓട്ടൊക്കെ വേണം നടക്കിരിക്കാനും ഒക്കെയുള്ള ഓട്ടൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ അവരുടെയൊക്കെ നടുക്ക് ഞാനങ്ങിയിരുന്നു. അങ്ങനെ 10:15 ഉള്ളിൽ കയറി PVRൻ്റെ അകത്ത് കയറി. അതുവരെ ഞങ്ങളവിടെ 10 മണി വരെ ഞങ്ങൾ ചുറ്റി നിന്ന്. 10 മണിയായപ്പോൾ വെച്ചാൽ പാസ് ഞങ്ങൾ ടിക്കറ്റൊക്കെ കാണിച്ചു. അവിടെ 10:15 നിന്നു. ഇല്ല നമ്മൾ കല്യാണ സദ്യയ്ക്ക് ആദ്യത്തെ മുതലായിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് തള്ളിക്കയറുന്നുണ്ട്. അതുപോലായിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നിന്നത്. അവരാണ് അത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക തള്ളിക്കയറാൻ വേണ്ടി. ആ ഒരു രീതിയിലായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി കുറേ പരസ്യങ്ങൾ കണ്ടു. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു ട്രെയിലറൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഈ സിനിമ സിനിമ കാണണമെന്ന് വെച്ചാൽ ട്രെയിലർ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് കാണണം. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആണ്, അതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള പ്ലാനിങ് ആണ്. അതെന്നാണെന്ന് നോക്കണം, അതിൻ്റെതായ പ്ലാനിങ്. അപ്പം സുമതി വിളവ് സൂപ്പർ സിനിമയാണ്. ഹൊററുണ്ട്, കോമഡി ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ കുറേ നിലവിളിയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കണ്ണു പൊത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ചൊക്കെ പേടിച്ച് അലറൊക്കെ ചെയ്തു. പിന്നെ ബാക്കിൽ കുറേ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ നിലപ്പൊക്കെ ഉണ്ടായിരുന്നു, അവരെ കുറച്ച് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ. പക്ഷേ സിനിമ അടിപൊളി സിനിമയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും നടന്നു, ഞങ്ങളുടെ ബീച്ചിലെത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ.